ന്യൂസ് 16 കേരള. അൽ-ഷിഫ ആശുപത്രി മേധാവി ഡോക്ടർ മുഹമ്മദ് അബു സാൽമിയ ഉൾപ്പെടെ 50 തടവുകാരെ മോചിപ്പിച്ചു. ഇസ്രയേൽ 7 മാസം തടവിലിട്ട അൽ-ഷിഫ ആശുപത്രി മേധാവി ഡോക്ടർ മുഹമ്മദ് അബു സാൽമിയ ഉൾപ്പെടെ 50 പേരെ ഇസ്രയേൽ മോചിപ്പിച്ചു. 7 മാസം മുമ്പ് ഇസ്രയേൽ അധിനിവേശ സേന പിടിച്ചുകൊണ്ടുപോയി അജ്ഞാത കേന്ദ്രത്തിൽ തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി സംശയിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മോചിപ്പിച്ചതെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു. 2023 നവംബർ 23-നാണ് മറ്റൊരു സർജന്റെ കൂടെ ഗസയിലെ കുവൈറ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് അദ്ദേഹത്തെ പിടികൂടിയത്. ആശുപത്രിയിൽ ഹമാസ് സൈനിക ബാരക്കുകളും ഒളിത്താവളവും ഉണ്ടെന്ന തരത്തിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ അദ്ദേഹത്തെ അധിനിവേശ സേന നിർബന്ധിച്ചിരുന്നു. എന്നാൽ അതിന് വിസമ്മതിച്ചതോടെ കഠിനമായ പീഡനത്തിനിരയാക്കുകയും അപമാനിക്കുകയും ചെയ്തു. പിന്നീടാണ് അജ്ഞാത കേന്ദ്രത്തിൽ തടങ്കലിലാക്കിയത്. നഗ്ബയ്ക്ക് ശേഷം പലസ്തീൻ ജനത ഇതുവരെ കാണാത്ത ക്രൂരതകളാണ് തടവുകാർ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് മോചിതനായ അബു സാൽമിയ മാധ്യമങ്ങളോട് പറഞ്ഞു. 100 കണക്കിന് ആരോഗ്യ പ്രവർത്തകരെയാണ് അധിനിവേശ സേന ലക്ഷ്യമിടുന്നത്. ചില തടവുകാർ പീഡനത്തിരയായി കൊല്ലപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ തടവുകാരെ അധിനിവേശ സേന ക്രൂരമായി പീഡിപ്പിക്കുകയാണെന്നും ദാരുണമായ അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നതെന്നും ഡോക്ടർ അബു സാൽമിയ പറഞ്ഞു. തടവറയിൽ ഉറങ്ങാൻ അനുവദിക്കാതെ തുടർച്ചയായി പീഡിപ്പിച്ചിരുന്നെന്നും ഡോക്ടറുടെ ബന്ധു അദം അബു സൽമിയ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.